ഇന്ന് ഞാൻ വന്നേക്കുന്നൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ബീഫ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് വയ്ക്കാം. നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വെച്ച ശേഷം ഒരു അരമണിക്കൂർ ഇത് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ഈ ബീഫിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇപ്പോൾ ഇത് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതൊരു കുക്കറിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. ഞാനിവിടെ 6 വിസിലാണ് അടുപ്പിക്കുന്നത്. ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് വിസിലിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ഞാനിവിടെ കുക്കറൊന്ന് മൂടിയത് അടുപ്പിലേക്ക് വെച്ച് ഒരു 6 വിസിൽ അടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു 15 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക് എന്നിവ ഒന്ന് നന്നായി ചതച്ചെടുത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. കരിഞ്ഞു പോകാതെ നല്ലൊരു ബ്രൗൺ കളറിലാക്കി എടുക്കണം. ഇപ്പോൾ ഇത് ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ ഞാനൊരു 1/2 കപ്പ് കശുവണ്ടിയും കൂടെ ചേർത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. കശുവണ്ടി ഒന്ന് പാതി ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ അതിലേക്കൊരു 1/4 കപ്പ് ഉണക്കമുന്തിരിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തീ നന്നായി കുറച്ച് വയ്ക്കുക. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമുക്കിത് രണ്ടും ഇതേ നെയ്യിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കശുവണ്ടി, ഉണക്കമുന്തിരിയും സവാള ഇവിടെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ എണ്ണ തന്നെ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുത്ത് പച്ചമുളക് മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 5 സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 5 കപ്പ് ജീരകശാല അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് 5 സവാളയുടെ ആവശ്യമാണുള്ളത്. അതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഇതിനാവശ്യമായ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തക്കാളി ഒന്ന് വെന്തുടയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1/2 സ്പൂൺ ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. ഗരം മസാല മാത്രമേ ഞാൻ ബിരിയാണിയിൽ സാധാരണ ചേർക്കാറുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കൂടെ തന്നെ ഒരു പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾ എടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവിന് വ്യത്യാസം വരുത്താവുന്നതാണ്. ഞാനിവിടെ 1 പിടി മല്ലിയിലയും പുതിനയിലയുമാണ് എടുത്തേക്കുന്നത്. ഇതിട്ട് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ പുളി കുറഞ്ഞ തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് ഇളക്കിയ ശേഷം ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇന്നത്തെ ചാറ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇതിലിപ്പം കുറച്ച് ചാറുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കൂടി ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് ആ ചാറ് വറ്റിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ 5 ഗ്ലാസ് ജീരകശാല അരി കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് എടുത്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം ഇതിലേക്കൊരു 4 കഷ്ണം കറുവാപ്പട്ട, 3 ബേ ലീഫ്, 5-6 ഗ്രാമ്പു, 4-5 ഏലക്ക എന്നിവ ചേർത്തൊന്ന് ചൂടാക്കി എടുക്കുക. നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ ഇത് വറുത്തെടുക്കുമ്പോൾ ചോറ് വെന്ത് വരുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കുകയും ബിരിയാണിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുകയും തന്നെ ചെയ്യും. കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം എടുക്കേണ്ടത്. വെള്ളം നന്നായി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കതിനാവശ്യമായ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൽ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 7-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ചോറൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ചോറ് ഒട്ടിപ്പിടിച്ചിട്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ദം ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ലെയർ ചോറൊന്ന് ഇട്ട് കൊടുക്കാം. 2 ലെയറിലായിട്ടാണ് ഞാനിവിടെ ദം ചെയ്യുന്നത്. ഒരു ലെയർ ഇട്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സവാളയുടെയും കശുവണ്ടിയുടെയും ഉണക്കമുന്തിരിയിൽ നിന്ന് പകുതി എടുത്ത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇതിന് മേലേക്കൊന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇത് 2-3 സ്പൂണും കൂടി ഒന്ന് ഒരു കളറ് കിട്ടാൻ വേണ്ടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും രണ്ടാമത്തെ ലെയർ ചോറ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ മൊത്തം ചോറും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള വറുത്ത് വെച്ചേക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും സവാളയൊക്കെ വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മഞ്ഞൾ വെള്ളവും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ നമ്മുടെ ദം സെറ്റായിരിക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ബിരിയാണി ഒന്ന് കാണാൻ തന്നെ നല്ല ഒരു കളർഫുള്ളാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ടൈറ്റാക്കി മൂടി വെക്കാനായിട്ട് ഞാനിവിടെ അലുമിനിയം ഫോയിലാണ് എടുത്തേക്കുന്നത്. അതിന് പകരമായിട്ട് ഗോതമ്പ് മാവ് കുഴച്ചത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതൊന്ന് ശരിക്കും മുറുക്കി അടയ്ക്കുകയും കൂടെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാമെന്നാണ്. ഞാനിപ്പോൾ ഫോയിൽ വെച്ച് നന്നായി ടൈറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ അടപ്പും കൂടെ വെച്ചു. അപ്പോൾ നല്ലതായിട്ട് ഇത് ടൈറ്റായിട്ടിരിക്കും. ഇനി നമുക്കിതൊരു ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് തീ കുറച്ച് വെച്ച് ഒരു 25 മിനിറ്റ് ഒന്ന് വെച്ചാൽ നമ്മളുടെ ബിരിയാണി ഇവിടെ ദമ്മായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് സമയം കൊണ്ട് വെച്ച ശേഷം ഒന്ന് തുറന്നു നോക്കിയാൽ നമ്മുടെ അടിപൊളി നാടൻ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റു വീഡിയോയിൽ കണ്ടുപിടുന്നവരെ ടാറ്റ.